നിങ്ങളൊക്കെ ഒരുപാട് കൊല്ലങ്ങളായില്ലേ പഠിച്ചു തുടങ്ങിയിട്ട്? പുതിയ പുതിയ പുസ്തകങ്ങൾ പഠിക്കുന്നു, പുതിയ പുതിയ കോൺസെപ്റ്റ് പഠിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ? നിങ്ങളുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ജോബ് കിട്ടണം, നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള IITസിലും NITസിലും, ഇനി ഡോക്ടേഴ്സ് ആണെങ്കിൽ നമ്മളുടെ മെഡിക്കൽ കോളേജസിൽ തന്നെ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ തന്നെ പഠിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും എത്തിത്തീരണം, എന്നിട്ട് അവർക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റണം, ഇതെന്റെ മോളാണ്, ഇതല്ലെങ്കിൽ ഇതെന്റെ മോനാണ്, ഇവന്റെ ജോബ് ഇതാണ്, ഇവന് ഇത്ര സാലറി ഉണ്ട്, ഇവൻ ഈ കോളേജിലാണ് പഠിക്കുന്നത്, അങ്ങനെ പറയാൻ പറ്റണം എന്നുള്ള ആ ആഗ്രഹം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ പാരന്റ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഇത്ര പുഷ് ചെയ്യുന്നത്. പഠിക്ക്, അടിപൊളിയായിട്ട് പഠിക്ക്, ഉഷാറായിട്ട് പഠിക്ക്. പല പാരന്റ്സും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഇത്ര പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഈ കോളേജിൽ പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ല, എനിക്ക് എഞ്ചിനീയർ ആവാൻ പറ്റിയില്ല, എനിക്ക് നല്ലൊരു ജോലി കിട്ടിയില്ല, എനിക്ക് നല്ലൊരു സാലറി ഉള്ള ജോലി കിട്ടിയില്ല. പക്ഷെ നീ അങ്ങനെ ആവരുത് കേട്ടോ, നീ അടിപൊളിയായിട്ട് പഠിക്കണം. അങ്ങനെ നമ്മളോട് പല പ്രാവശ്യവും നമ്മളുടെ പാരന്റ്സ് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊക്കെ പ്രിപ്പറേഷൻ എന്നാ തുടങ്ങുന്നത്? നിങ്ങൾക്കിപ്പോൾ ഡോക്ടേഴ്സ് ആവണം ആയിക്കോട്ടെ, എഞ്ചിനീയേഴ്സ് ആവണം, അല്ലെങ്കിൽ IITസിലും NITസിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തണം എന്നൊക്കെ പറയുന്നു. ഇതിനൊക്കെയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ എന്നാണ് തുടങ്ങുന്നത്? പല കുട്ടികളുടെയും ആൻസർ എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ട് ഇതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം, എനിക്കിപ്പോ സാധാ ട്യൂഷനൊക്കെ പോയിട്ട് ഞാൻ സാധാ പോലെ ക്ലാസ്സിൽ നല്ല മാർക്കൊക്കെ വാങ്ങി അങ്ങനെ പോയിക്കോളാം. എന്നിട്ട് +2 കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങും. അന്ന് ഞാൻ ആ ഒരു നിമിഷം ഞാൻ തുടങ്ങിക്കോളാം എന്നായിരിക്കും പല കുട്ടികളുടെയും ആൻസർ എന്ന് പറയുന്നത്. പക്ഷെ മിസ് ഒരു കാര്യം പറഞ്ഞു തരട്ടെ, ഈ +2ല് നിങ്ങൾക്ക് ചിലപ്പോൾ 1200 മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങൾ നീറ്റ് ഓർ JEE ക്രാക്ക് ചെയ്യണം എന്നില്ല. നീറ്റ് ഓർ JEE അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, അത് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അടിപൊളി ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ എന്തായാലും നമുക്ക് ഒരു എൻട്രൻസ് എക്സാം എഴുതിയേ പറ്റുള്ളൂ, നമുക്ക് മത്സരിച്ചേ പറ്റുള്ളൂ. ഈ ഒരു എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്കൂളത്തെ സ്കോർ അല്ല അതിന്റെ ബേസിക്. നിങ്ങൾക്ക് ബേസിക് ഒരു 75% or 60% കിട്ടിയാൽ ആ ഒരു എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ആയി. പക്ഷെ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റണം. നിങ്ങൾ ബാക്കിയുള്ളവരെക്കാളും ഒരു പടി മുന്നിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണം, ഒരു പടി മുന്നിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പ്രായം മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും, ഞങ്ങൾ തിങ്ക് ചെയ്യാൻ പഠിപ്പിച്ചു തരും, ഞങ്ങൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് പഠിപ്പിച്ചു തരും, നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യിക്കും, നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് ഇപ്പോഴും കുറെ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ പല കുട്ടികൾക്കും, അറിയുന്ന കുട്ടികൾക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ക്യാഷ് കുറച്ച് പ്രശ്നമാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് ഒരു അടിപൊളി സുവർണാവസരം. നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് ഞങ്ങൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുകയാണ്. അതും ഫ്രീ ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ഫ്രീ ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, അതിലെ മാർക്ക് അനുസരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരാൻ പോവാണ്. ഞങ്ങൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും ഈ ഒരു പൈസ തരാനില്ല, അല്ലെങ്കിൽ ഇത്ര ഫിനാൻഷ്യലി ഞങ്ങൾ സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കോട്ട് നിൽക്കരുത്. പഠിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എങ്കിൽ, നിങ്ങളൊരു മാത്സിലൊക്കെ ഒരു എബോവ് ആവറേജ് കുട്ടിയാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കണം. നിങ്ങൾ മുന്നിൽ ഇനി IITസിലും NITസിലും എത്തണം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ എത്തണം എന്നുള്ളത് ഞങ്ങളുടെയും കൂടിയുള്ള ആ ഒരു ആഗ്രഹമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തിയിട്ട് ഇതിലുള്ള മാർക്കിനനുസരിച്ച് ഞങ്ങൾ സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം നൽകാണ്. സ്ക്രീനിങ് ടെസ്റ്റ് ഫ്രീ ആണ്. അപ്പൊ എൻ്റെ മക്കൾക്ക് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മക്കൾ ഇപ്പൊ ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ഒരു ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മക്കൾ എന്ത് ചെയ്യുക, അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് കോൾ ചെയ്യുന്നതായിരിക്കും. കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞുതരും. എന്നിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതുക, അടിപൊളിയായിട്ട് സ്കോളർഷിപ്പ് വാങ്ങുക, ഇങ്ങോട്ട് പോരും, ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു. നിങ്ങളുടെ ഫ്യൂച്ചർ ഞങ്ങൾ സെറ്റാക്കി തരും.